ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഫുൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. ഇടക്ക് വെച്ച് മടി പിടിച്ച് കഴിയുമ്പോൾ അങ്ങ് നിർത്തിയേക്കും കേട്ടോ. ആണിതാ നമ്മൾ രാവിലെ കുറച്ച് വൈകിയാണ് കേട്ടോ എണീറ്റത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാക്കണ്ടായിരുന്നു. തലേ ദിവസം തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കിടന്നത്. അങ്ങനെ രാവിലെ ആയപ്പോൾ ഇടിയപ്പമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ കറിയും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് രാവിലെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചായ ആണ് കേട്ടോ ഇട്ട് കുടിച്ചത്. അപ്പോൾ എനിക്ക് ബൂസ്റ്റ് ചായയും മിക്കാക്ക് നോർമൽ ചായയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇക്കയൊക്കെ പോയതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇക്ക ജോലി കഴിഞ്ഞ് വന്ന ടൈമിൽ ഇതുപോലെ മീൻ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏതോ വലിയ മീൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഏത് മീൻ്റെ ആണെന്നൊന്നും അറിയില്ല. എന്തായാലും സംഭവം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഉള്ള ദിവസം തന്നെ കുക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് കുറച്ച് കൊച്ചുമത്തി കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇത് മിനിഞ്ഞാന്നങ്ങാണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ടാപ്പിക്കോട് ചൂട് വെള്ളമാണ് വന്നത്. അതിൽ കഴുകിയെടുത്തോണ്ടാന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മത്തിയൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ മത്തി എടുക്കുന്നുള്ളൂ. അതുപോലെ ഇത് മുളക് കലക്കി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ മത്തിയിലേക്ക് നമ്മൾ തക്കാളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ തക്കാളിക്ക് പുളി കുറവായതുകൊണ്ട് തന്നെ ഒരു കഷ്ണം കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് നമ്മളുടെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കൂടുതൽ ഞണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്നും. ആദ്യ ദിവസം എടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എടുത്തപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ മൂന്നാമത്തെ ദിവസമാണെങ്കിൽ നല്ല ഉണക്കമീൻ്റെ മണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഞണ്ടൊന്നും അങ്ങനെ മേടിക്കുന്നില്ല. ഇവിടെ നിന്ന് ഞണ്ട് അല്ലെങ്കിൽ ആവോലി നെന്മീനൊക്കെ മേടിക്കുമ്പോൾ ആദ്യത്തെ ദിവസം നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ പിന്നീട് അത് ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞണ്ടിനാണെങ്കിൽ നല്ല ബാഡ് സ്മെല്ലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴായിട്ട് വളരെ കുറച്ച് മീനേ മേടിക്കുന്നുള്ളൂ കേട്ടോ. അതുമാത്രമല്ല ഇപ്പോഴായിട്ട് മിക്കവാറും മേടിച്ച മീൻ അന്ന് തന്നെ കറി വെക്കലാണ് കേട്ടോ പതിവ്, അല്ലെങ്കിൽ പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. അതുപോലെ കുറേ നമ്മളുടെ ഞണ്ടെടുത്ത് കളയേണ്ടേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീൻ കറിക്ക് വേണ്ടിയുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചോറും ഓൾറെഡി കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിയും സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം കൂടി കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വറ്റയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഐസിന് വേണ്ടി പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ കഷ്ണമീൻ പൊരിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് വരഞ്ഞൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഓൾറെഡി കട്ട് ചെയ്താണ് കേട്ടോ കിട്ടിയതും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പൊരിക്കാൻ വേണ്ടിയുള്ള മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാവയ്ക്കായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സാധാരണ പൊരിക്കാൻ നേരം കുറച്ച് കുരുമുളക് പൊടിയും കൂടെയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ആൾക്ക് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ മസാല എല്ലാം മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾക്ക് വേണ്ടി ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ മീൻ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മീൻ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് മീനിൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോകും കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ വലിയ പീസായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇവിടെ. പിന്നെ എത്ര വെച്ചാലും ഇതൊക്കെ മിച്ചം വരത്തില്ല കേട്ടോ, ഇതൊക്കെ കഴിച്ചോളും. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മീൻ മുട്ടയൊക്കെ തോരനും കൂടി വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഞാൻ മുമ്പ് തോരനൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്താണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നുന്നത്. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ മീൻ മുട്ടയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ സവോളയും കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ മുളക് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മളെ മീൻ മുട്ടയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ മീൻ മുട്ട റെഡിയാകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് മീൻ പൊരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതാദ്യം റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ നമ്മളിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനും കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മളുടെ മീൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഈ തക്കാളി ഇട്ട മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളിതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴത്തേം പോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ മീൻകറി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മീൻ മുട്ടയുടെ പരിപാടിയിലേക്ക് പോയിട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മീൻ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മീൻ മുട്ടയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫ്രഷ് സാധനമായിരുന്നു. അതിനുശേഷം നമ്മളെ മീനും കൂടിയൊക്കെ ഒന്ന് പൊരിക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ടാണ് കേട്ടോ നമ്മൾ മീൻ പൊരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഊറ്റിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇക്കാക്കുള്ള ചോറും മീൻ കറിയും അതുപോലെ മീൻ മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വാവയ്ക്കും കൊടുക്കുവാണ് കേട്ടോ. വാവ മീൻ മുട്ടയൊന്നും കഴിക്കത്തില്ല കേട്ടോ. ജസ്റ്റ് മീൻ കറിയും അതുപോലെ മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ കറികളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രുചി ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം വൈകുന്നേരത്തെ പരിപാടിക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ പൊറോട്ടയും ബീഫും കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി 2 പൊറോട്ടയും പിന്നെ ഈ കാണുന്ന തുള്ളി ബീഫ് കറി മിച്ചം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കൊത്തു പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊറോട്ട ഒക്കെ എടുത്ത് ഫ്രിഡ്ജിന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പൊറോട്ട ആക്കാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ പൊറോട്ടയൊക്കെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പൊറോട്ടയും കൂടി ഒക്കെ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം
നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് നമ്മൾ സവോളയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള കൂടുതൽ ചേർത്താൽ ടേസ്റ്റും കൂടും കേട്ടോ. അങ്ങനെ ഇതാ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എരിവിനെ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ സവോളയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാ പൊടികളും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളെല്ലാം വഴറ്റി മൂപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിന് പകരം ഒരു കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മുട്ടയൊക്കെ മൊത്തത്തിലൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിച്ചം ഉണ്ടായിരുന്ന ആ ബീഫും കൂടിയൊക്കെ ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബീഫാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബീഫൊക്കെ ചൂടായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പൊറോട്ടയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നില്ല. കഴിക്കുന്ന ടൈം ആകുമ്പോൾ ടൊമാറ്റോ സോസും ആയിട്ടായിരിക്കും കേട്ടോ കഴിക്കാറ്. അങ്ങനെ ഇതാ അത്രയൊക്കെയുള്ളൂ നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ പരിപാടി. അങ്ങനെ ഇതാ ഹൈസ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരാൻ വേണ്ടി ലോഷനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലോഷൻ മാത്രമല്ല ചീപ്പും ഉണ്ട് കേട്ടോ. ആൾക്ക് മേക്കപ്പ് ചെയ്ത് തരാനും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നമ്മൾ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയി. ഇക്ക വന്നിട്ടില്ല കേട്ടോ. ചില ദിവസമൊക്കെ 9 മണിക്ക് വരും. പക്ഷേ ഇന്ന് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇക്ക വന്നതിന് ശേഷം ഒരുമിച്ച് ഇന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനിതാ ഇക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മേക്കപ്പാണോ? മേക്കപ്പ് ചെയ്യണോ? മേക്കപ്പാ ആണോ? മേക്കപ്പ് ചെയ്യാണോ? അങ്ങനെ ഒരു 10:15 ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പഴവും ശർക്കരയൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ്. ഉഴുന്നുവടയുടെ ഷേപ്പിലുണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. സംഭവം വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.